चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പുള്ള ആഴ്ചയിൽ നമ്മൾ 6-ാമത്തെ അധ്യായം കംപ്ലീറ്റ് ചെയ്തിരുന്നു. സ്കന്ധം 1 അധ്യായം 7 നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു. ശൗനക ഋഷി, ശൗനകാദി ഋഷികളും അതേപോലെ തന്നെ ഋഷിമാരും അതേപോലെ തന്നെ സൂത ഗോസ്വാമിയും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥമാവിനെ ശിക്ഷിക്കുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടക്കം ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കും. 4, 5, 6 3 ശ്ലോകങ്ങൾ. ഇൻഫാക്ട് 7-ാമത്തെ ശ്ലോകം 4, 5, 6, 7 മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്, അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ ആ ഒരു ഭാഗവും നമ്മൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ വ്യാസദേവൻ്റെ ആ ഒരു വീക്ഷണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കാം. ശൗനക ഉവാച. ശ്ലോകം 1. നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാംസ്തത് അഭിപ്രേതം തഥാ കിം അകരോദ് വിഭു. നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാംസ്തത് അഭിപ്രേതം തഥാ കിം അകരോത് വിഭു. നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാംസ്തത് അഭിപ്രേതം തഥാ കിം അകരോത് വിഭു. ജി കെ നായർ പ്രഭു.
ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 7 ശ്ലോകം 1. ശൗനക ഉവാച നർക്കദേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാം സദഭിപ്രേതം തദ കിമകരോതി ഭ്രുഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശൗനക ഋഷി ചോദിച്ചു, അല്ലയോ സൂത, ശ്രേഷ്ഠനും അതീന്ദ്രിയമായി പ്രബലനുമായ വ്യാസദേവൻ ശ്രീ നാരദമുനിയിൽ നിന്നും സർവ്വതും ശ്രവിച്ചുവല്ലോ. പിന്നീട് നാരദൻ വിടവാങ്ങിയ ശേഷം വ്യാസദേവൻ എന്തു ചെയ്തു? ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരം ശ്ലോകം. ഇവിടെ ശൗനക ഋഷി സൂതഗോസ്വാമിയോട് ചോദിക്കുന്നു, ഇവിടെ വ്യാസദേവനെ ഭഗവാൻ ബാദരായണ എന്ന് പറയുന്നത് വ്യാസദേവനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണെന്ന്? ബാദരായണ വ്യാസദേവനെ വിളിക്കാനുള്ള കാര്യം? പ്രഭുജി, ഹരേ കൃഷ്ണ പ്രഭുജി, ബദരികാശ്രമത്തിലുള്ള ആള് ആയതുകൊണ്ടാണോ? ബദരികാശ്രമത്തിൽ താമസിക്കുന്ന ആള്. ഓക്കെ, വേറെ ആരെങ്കിലും? താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ബദാം വൃക്ഷങ്ങളുടെ ഇടയിൽ ജനിച്ചത്. വൃക്ഷത്തിന് പേരുണ്ട്. ഇങ്ങനെ ആ വൃക്ഷത്തിൻ്റെ അടിയിലാണ് അദ്ദേഹം ധ്യാനിച്ചിരുന്നത്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ബാദരായണ എന്നുള്ള പേരുണ്ട്. ഓക്കെ, താങ്ക് യു. ഭഗവാൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ശക്തി ആവേശ അവതാരമാണ് ശ്രീ വ്യാസദേവൻ എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഭഗവാൻ എന്ന അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ ശ്രീപാദ് നാരദമുനിയും ഭഗവാൻ എന്ന് സംബോധന ചെയ്യുന്നത് കേൾക്കാം. അപ്പോൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെയും ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഭഗവാൻ എന്ന് വിളിക്കും എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പരമദൈവത്വ പുരുഷൻ കൃഷ്ണനുമായിട്ട് തുല്യമാണ് ഭഗവാന്റെ ഭക്തർ എന്നുള്ളതല്ല, മറിച്ച് ഭഗവാന്റെ ഭക്തരുടെ മഹാത്മ്യമാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ ഭഗവാനെ പോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളുമുള്ളവരാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നാരദമുനിയും അതേപോലെ വരിഷ്ഠരായിട്ടുള്ള ഒരുപാട് ഭക്തരെ ചില സ്ഥലങ്ങളിൽ ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അത് ഒരിക്കലും ഭഗവാനുമായിട്ട് ഒന്ന് എന്നുള്ള രീതിയിലല്ല, എന്നാൽ ഭഗവാനെ പോലെ ശ്രേഷ്ഠനാണ് എന്ന് കാണിക്കാനാണ്. ഭക്തരുടെ മഹാത്മ്യത്തെക്കുറിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏതായാലും വ്യാസദേവൻ്റെ പൊസിഷൻ നമുക്കറിയാം. അദ്ദേഹം ശക്തി ആവേശ അവതാരമാണ്. വ്യാസദേവൻ ശ്രീപാദ് നാരദമുനിയിൽ നിന്ന് എല്ലാം കേട്ടു അല്ലേ? നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ നാരദമുനിയും വ്യാസദേവനും തമ്മിലുള്ള സംവാദമാണ് പഠിച്ചത്. അവിടെ എല്ലാം നാരദമുനി പറയുന്ന കാര്യങ്ങളെല്ലാം വ്യാസദേവൻ കേട്ടിരുന്നു. നാരദമുനിയുടെ ആ ഒരു ചരിത്രം, ഹിസ്റ്ററി അദ്ദേഹം പറഞ്ഞു കൊടുത്തു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ 2 അധ്യായങ്ങളിലായിട്ട്. നാരദമുനി പോയതിന് ശേഷം എന്താണ് വ്യാസദേവൻ ചെയ്തത് എന്നുള്ളത്, ഇങ്ങനെ ഒരു ചോദ്യം, ഇതേപോലുള്ളൊരു ചോദ്യം ഓർമ്മയുണ്ടോ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ആർക്കെങ്കിലും? യെസ് പ്രഭുജി, ഹരേ കൃഷ്ണ. നാരദ മഹർഷിയ ഗുരു നാരദ മഹർഷിയുടെ ഭക്തി വേദാന്തർ പോയപ്പോൾ നാരദ മഹർഷി എന്ത് ചെയ്തു പ്രഭുജി? ഓക്കെ, ശരി, എല്ലാവർക്കും ഓർമ്മയുണ്ട്. താങ്ക് യു, സന്തോഷം. യെസ്, വ്യാസദേവൻ ചോദിക്കുന്നുണ്ട് നാരദമുനിയോട്, ഭക്തി വേദാന്തര പോയതിന് ശേഷം അങ്ങ് എന്ത് ചെയ്തു എന്നുള്ളത്. ഇവിടെ നാരദമുനി പോയതിന് ശേഷം വ്യാസദേവൻ എന്ത് ചെയ്തു എന്നുള്ളത് ശൗനക ഋഷി ചോദിക്കുന്നു സൂതഗോസ്വാമിയോട്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പറയുന്നു. ഈ ഒരു അധ്യായത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിനെ, അതായത് എങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, അതായത് അശ്വത്ഥമാവിൻ്റെ ആ ഒരു ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറയുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷനാണ് ഇവിടെ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നതെന്നും പ്രഭുപാദ് ജസ്റ്റ് പറയുന്നു ഭാവാർത്ഥത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി കാണും മുന്നോട്ട്. അടുത്ത ശ്ലോകം നോക്കാം. സൂതഗോസ്വാമി ഉത്തരം പറയുന്നു. ബ്രഹ്മനാദ്യം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യാ പ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധനഃ.
പ്രീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. സോതവാച ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യ പ്രാസ ഇതി പ്രോക്ത ഋഷീണം സത്രവർദ്ധന. വിവർത്തനം ശ്രീല പ്രഭുപാദി ജയ്. ശ്രീ സൂതൻ അരുളി ചെയ്തു, വേദങ്ങളുമായി ഗാഠബന്ധമുള്ള സരസ്വതി നദിയുടെ പശ്ചിമ തീരത്ത് ശമ്യപ്രാസത്തിലെ ആശ്രമം ഋഷിമാരുടെ അതീന്ദ്രിയ കർമ്മങ്ങളെ ഉജ്ജീവിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഇവിടെ സൂത ഗോസ്വാമി പറയുന്നു, അങ്ങനെ സരസ്വതി നദിയുടെ തീരത്ത് അവിടെ ആശ്രമത്തെക്കുറിച്ച് പറയുന്നു. ശമ്യ പ്രാസ എന്ന് പറയുന്ന ആശ്രമത്തിൽ വ്യാസദേവൻ അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നു, അദ്ദേഹം ധ്യാനിക്കുന്നു. ധ്യാനത്തിലൂടെ ഇനി എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളത് 4-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പഠിക്കും. ഈ ശ്ലോകം 2-ാമത്തെ ശ്ലോകത്തിലും 3-ാമത്തെ ശ്ലോകത്തിലും വ്യാസദേവൻ്റെ ആ ഒരു ആശ്രമത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ചെറുതായിട്ട് പറയുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, ആത്മീയ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, നമ്മൾ അതിനുവേണ്ടി എവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അതിന് തക്കതായിട്ടുള്ള ഒരു സ്ഥലവും ഒരു സംവിധാനവും ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറും അത്യാവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ചെയ്യുവാൻ, ഓക്കെ, നാമം നമ്മൾ പറയും എവിടെ വെച്ച് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചൊല്ലാം എന്നുള്ളത്, എന്നാലും അത് ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ, ആത്മീയ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലേ? അതുകൊണ്ട് അമ്പലം, അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അമ്പലത്തിൽ പൂജകൾ നടക്കുന്നു, ഭഗവാന്റെ ആരാധന നടക്കുന്നു, അതിനുവേണ്ടി ആരാധനാലയങ്ങൾ ഉണ്ട്. അല്ലാതെ എവിടെയെങ്കിലും പോയി മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്നതും. അതിന് ശരിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, അതിന് ശരിയായിട്ടുള്ളൊരു സംവിധാനവും സ്ഥലവും സമയവും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ വ്യാസദേവൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം വ്യാസദേവൻ്റെ ഈ ഒരു മെഡിറ്റേഷൻ അദ്ദേഹം ഇനി കാണാൻ പോകുന്നത്, അതായത് എന്താണ് ഈ കലിയുഗം തുടങ്ങാൻ പോകുന്നു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, കലിയുഗത്തിലെ ആളുകൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എല്ലാവരോടും അദ്ദേഹത്തിന് കാരുണ്യം തോന്നുന്നു, കലിയുഗത്തിലെ ആളുകളെ രക്ഷിക്കണം എന്നുള്ളൊരു ഒരേ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വീക്ഷണമാണ് നമ്മളിവിടെ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യാസദേവൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ശരിയായിട്ടുള്ള സ്ഥലവും ആ ഒരു അറ്റ്മോസ്ഫിയറും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ആശ്രമത്തിലാണ് വ്യാസദേവൻ ഇരിക്കുന്നത്. വ്യാസദേവൻ ഇവിടെ മെഡിറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടി ഇരിക്കാൻ പോകുന്നു. പ്രഭുപാദി ഇവിടെ ആശ്രമത്തെക്കുറിച്ച് ഭാവാർത്ഥത്തിൽ ചെറുതായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ആശ്രമം എന്ന് പറയുന്നത്? അതായത് ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ തലത്തിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണോ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തെ ആശ്രമം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ശരിയായിട്ടുള്ള രീതിയിൽ ഭക്തിയുത സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ആശ്രമമാണ്. എന്നാൽ വളരെ ആത്മീയ തലത്തിലുള്ള അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ അത് ശരിക്കും പറയുന്നത് ആശ്രമം എന്ന് വിളിക്കാൻ സാധിക്കില്ല. മാത്രമല്ല അത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലമല്ല. അപ്പോൾ സ്ഥലത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, സംശയമൊന്നുമില്ല. സ്ഥലത്തിനും സമയത്തിനുമൊക്കെ പ്രാധാന്യമുണ്ട്. കേട്ടിട്ടുണ്ടാവും സ്ഥാനദോഷം എന്ന് കേട്ടിട്ടുണ്ടാവും. സ്ഥാനദോഷം എന്ന് പറഞ്ഞ ദോഷമുണ്ട്. സ്ഥാനം ശരിയല്ലെങ്കിൽ, അതായത് ഇപ്പോൾ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന ശാലകൾ, അറവ് ചെയ്യുന്ന അല്ലെങ്കിൽ അറക്കുന്ന സ്ഥലങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ എന്താണ് ഉള്ളത്? അവിടെ പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജിയാണ് ഉള്ളത്. അവിടെ സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലമല്ല. അത് വളരെ അപകടം നിറഞ്ഞ സ്ഥലങ്ങളാണ്, അല്ലേ? നെഗറ്റീവ് എനർജീസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്നാൽ അങ്ങനെയല്ല. ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഒരു ശക്തിയും ഒരു പൊട്ടൻസിയും ഉള്ള സ്ഥലങ്ങളെയാണ് ആശ്രമം എന്ന് വിളിക്കുന്നത്. തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള
ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥലത്തെ ആശ്രമം എന്ന് പറയുന്നു. വർണ്ണാശ്രമ ധർമ്മം എന്ന് കേട്ടിട്ടുണ്ടാവും. വർണ്ണ ആശ്രമം അല്ലേ. അപ്പോൾ ആശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബ്രഹ്മചര്യം, ഗൃഹസ്ഥ, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന ആശ്രമങ്ങൾ വർണ്ണാശ്രമധർമ്മത്തിൽ വരുന്നതാണ്. അപ്പോൾ എവിടെയാണോ ആത്മീയമായിട്ടുള്ള കാര്യം ഈ വർണ്ണാശ്രമധർമ്മം ഭഗവാൻ തന്നിട്ടുണ്ട്. 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു, ആശ്രമങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആത്മീയമായിട്ട് ആളുകളെ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അതിനുവേണ്ടി ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തലത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഈ വർണ്ണാശ്രമധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ആത്മീയ പുരോഗതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നു, ബ്രഹ്മചാരി ആവട്ടെ, ഗൃഹസ്ഥരാവട്ടെ, വാനപ്രസ്ഥരാവട്ടെ, എല്ലാവരുടെയും ഒരേ ഒരു ഉദ്ദേശം എന്നാണ്, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നു, ഭഗവാന്റെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുന്നു. ആത്മീയ തലത്തിൽ നമുക്ക് പുരോഗതി വന്ന് അവസാനം ഭഗവാന്റെ ആ ഒരു ആത്മീയ ലോകത്തിലേക്ക് പോകാനുള്ള ഒരു യോഗ്യതയും നമ്മൾ നേടുന്നു. അപ്പോൾ ഈ ആശ്രമങ്ങൾ എല്ലാം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ വർണ്ണാശ്രമധർമ്മം ഉള്ളത് തന്നെ. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഭുപാജി ഭാവാർത്ഥത്തിൽ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യമാണ്, കാര്യം ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. അപ്പോൾ ഏത് ബ്രഹ്മചര്യാശ്രമമാവട്ടെ, ഗൃഹസ്ഥാശ്രമമാവട്ടെ, വാനപ്രസ്ഥമാവട്ടെ, സന്യാസാശ്രമമാവട്ടെ, ഇവിടെ ഏതാണ് കൂടുതൽ നല്ലത് അങ്ങനെയുള്ളൊരു കമ്പാരിസൺ അല്ല, മറിച്ച് 4 തരത്തിലുള്ള 4 ഓപ്ഷൻസാണ് ആക്ച്വലി. ബ്രഹ്മചാരിയായിട്ട് ചില ആളുകൾ കണ്ടിന്യൂ ചെയ്യും, അവരും ചെയ്യുന്നത് എന്താണ്? ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ആയതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നങ്ങളുമില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഭക്തിയോ സേവനങ്ങൾ ചെയ്ത് ഭഗവത് പ്രാപ്തി സാധ്യമാണ്. വാനപ്രസ്ഥം എന്ന് പറയുന്ന ആശ്രമത്തിലും സാധ്യമാണ്, സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തിലും സാധ്യമാണ്. കാരണം ആത്മീയ തലത്തിൽ നോക്കുവാണെങ്കിൽ ഏതാണ് ചെറുത് വലുത് എന്നുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സന്യാസി ആവണം എന്നൊരു നിർബന്ധമില്ല ഭഗവത് സാക്ഷാത്കാരത്തിന്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായികളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ കൃഷ്ണൻ്റെ സുഹൃത്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ യുധിഷ്ഠിര മഹാരാജാവാണെങ്കിലും അല്ലെങ്കിൽ പാണ്ഡവരാണെങ്കിലും എല്ലാവരും, ഒരുപാട് ആളുകൾ എല്ലാവരും ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർശ്വത്തിൽ മിക്കവാറും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നു. അദ്വൈതാചാര്യ ആവട്ടെ, ശ്രീവാസ് ഠാക്കൂർ ആവട്ടെ, ശിവാനന്ദ സേൻ ആവട്ടെ, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഗൃഹസ്ഥരായിരുന്നു. ഗൃഹസ്ഥരായാലും നമുക്ക് ഭഗവത് സാക്ഷാത്കാരം സാധ്യമാണ്. ഇപ്പോൾ ആശ്രമം ഏതെങ്കിലും ആവട്ടെ, ഉദ്ദേശം ഒന്നാണോ, ലക്ഷ്യം ഒന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകം ചൊല്ലിയത്. നാഹം വിപ്രോ നച നരപതിർ നാപി വൈശ്യോ ന ശൂദ്രോ നാഹം വർണ്ണീ നച ഗൃഹപതി നാ വനസ്ഥോ ഗൃഹീത്വാ നാ വനസ്ഥോ യതിർവാ കിന്തു പ്രോദ്യന്നിഖില പരമാനന്ദ പൂർണ്ണാമൃതാപ്തേർ ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ. വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ശ്ലോകമായിരിക്കും. ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ്. നാഹം വിപ്രോ നച നരപതി നാപി വൈശ്യോ ന ശൂദ്രോ. നാ അഹം, ഞാൻ വിപ്രനല്ല, ബ്രാഹ്മണനല്ല. നച നരപതി, ഞാൻ നരപതി അതായത് ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല. നാപി വൈശ്യോ ന ശൂദ്രോ, ശൂദ്രനുമല്ല. അതായത് ഞാൻ ഈ പറയുന്ന 4 വർണ്ണങ്ങളിൽ പെടുന്ന ആളല്ല മഹാപ്രഭു പറയുന്നു. അതേപോലെ പറയുന്നു രണ്ടാമത്തെ വരിയിൽ, നാഹം വർണ്ണി നച ഗൃഹപതി. ഞാൻ ബ്രഹ്മചാരിയല്ല, ഗൃഹപതിയല്ല, ഗൃഹസ്ഥരല്ല. ന വാനസ്ഥോ, ന വാനപ്രസ്ഥാശ്രമത്തിലുള്ള വ്യക്തിയല്ല. അതേപോലെ യതീർ, സന്യാസിയുമല്ല. അതായത് 4 വർണ്ണങ്ങളും ആശ്രമങ്ങളും 4 വർണ്ണത്തിലും ആശ്രമത്തിലും പെടുന്ന വ്യക്തിയല്ല ഞാൻ, മറിച്ച് ഹിന്ദു പ്രോദ്യൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ദേർ. ഞാൻ ആരാണ്? അദ്ദേഹം പറയുന്നു, ഒരേ ഒരു
ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗോപീ ഭർത്തു പദക മലയോർ ദാസദാസാനുദാസ്. ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഐഡൻറ്റിറ്റി. എൻ്റെ ശരിയായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഗോപീ ഭർത്തു പദക മലയോർ ദാസദാസാനുദാസ്. ഭഗവാൻ കൃഷ്ണൻ്റെ ദാസൻ്റെ ദാസൻ്റെ ദാസനാണ് ഞാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഗോപികമാരുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള കൃഷ്ണൻ്റെ ദാസൻ്റെ ദാസൻ്റെ ദാസനാണ് ഞാൻ. ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ആശ്രമങ്ങളും വർണ്ണങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ഭഗവാന്റെ അടുത്തേക്ക് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈ വർണ്ണാശ്രമം കൊണ്ടൊരു പ്രസക്തിയില്ല. എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്ലോകം 3. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീ ഷണ്ഡമണ്ഡിതേ ഉപസ്പൃശ്യ പ്രണിദദ്യോ മനസ്വയം. ശാന്താകുമാരി മാതാജി. ഓക്കെ, ഉഷ മാതാജി. ഇല്ല. വിദ്യ മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 3. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീ ഷണ്ഡമണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിദദ്യോ മനസ്വയം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ബദരീ വൃക്ഷങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ആ സ്ഥലത്തെ സ്വന്തം ആശ്രമത്തിൽ ശ്രീ വ്യാസദേവൻ പവിത്രീകരണാർത്ഥം ജലസ്പർശനത്തിനു ശേഷം ധ്യാനിക്കാനായി ഉപവിഷ്ടനായി. ഭാവാർത്ഥം വായിക്കണോ പ്രഭുജി? വേണ്ട. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീല വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ, നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, ആശ്രമത്തിൽ അദ്ദേഹം ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്നു. അദ്ദേഹം ആചമനമെല്ലാം ചെയ്ത് ധ്യാനിക്കാൻ പോകുന്നു. ഇനി എന്താ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് 4ാമത്തെ ശ്ലോകം മുതൽ. വ്യാസദേവൻ ഇനി മെഡിറ്റേഷനിൽ, അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ശ്ലോകം 4 മുതൽ 4, 5, 6, 7 4 മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭാഗവതം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം, ചുരുക്കം പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാം. വ്യാസദേവൻ ഈ ഒരു ധ്യാനത്തിലൂടെയാണ് അദ്ദേഹം ഫൈനലി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. നോക്കാം. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യത് പുരുഷം പൂർണം മായം ച തദ് അപാശ്രയാം. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യത് പുരുഷം പൂർണം മായം ച തദ് അപാശ്രയം. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യസ്തു പുരുഷം പൂർണം മായാം ച തദപാശ്രയം. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം ഭൗതികതയുടെ യാതൊരു ലാഞ്ചനയുമില്ലാതെ ഭക്തിയുത സേവനത്തിൽ അന്വയിപ്പിച്ച് പരിപൂർണ നിരതനാക്കുക വഴി അദ്ദേഹം തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി. അങ്ങനെ ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ബഹിരംഗ ശക്തി സമേതം അദ്ദേഹം പരമദിവ്യതമ പുരുഷനെ ദർശിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കാണുന്നു. എന്താണ് കാണുന്നത് നോക്കൂ. ആദ്യം തന്നെ പറയും ഭക്തിയോഗേന മനസ്സി.
ഭക്തിയോഗത്തിലൂടെ, അതായത് ഭക്തിയുത സേവനങ്ങൾ, ഭക്തിയോഗമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്ന പ്രോസസ്സ്, അല്ലാതെ വേറെ യോഗങ്ങളല്ല. ധ്യാനം എന്ന് പറയുന്നത് അദ്ദേഹം ധ്യാനിക്കുന്നു എന്നുള്ളത് ഇവിടെ പരമാത്മാവിനെ ധ്യാനിക്കുന്ന പരമാത്മാവാദികളെ പോലുള്ള ധ്യാനമല്ല. അദ്ദേഹം ധ്യാനിക്കുന്നു ആ പരിശുദ്ധ ഭക്തിയുത സേവനങ്ങൾ അല്ലെങ്കിൽ ഭക്തിയോഗത്തിലൂടെയാണ് അദ്ദേഹം ഭഗവാനെ കാണുന്നത് ഇവിടെ. അല്ലാതെ ബ്രഹ്മവാദിയോ പരമാത്മാവാദിയോ അവരെക്കാൾ ആ ഒരു ലെവലിലല്ല ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ. നമ്മൾ പറയാറുണ്ട് ഭക്തിയുത സേവനങ്ങളിൽ അല്ലെങ്കിൽ ഭക്തിയോഗത്തിലും മറ്റുള്ള യോഗ പ്രോസസ്സ് എല്ലാം ഉണ്ട് എന്നുള്ളത്, അല്ലേ? ധ്യാനം എന്ന് പറയുന്നത് വരുന്നു, നാമം ചൊല്ലുന്നു, അതേപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്, നമ്മൾ ധ്യാനിക്കുന്നത് ഭഗവാന്റെ നാമരൂപഗുണ ലീലകളെയാണെങ്കിൽ അത് സാധാരണ ഒരു അഷ്ടാംഗയോഗം ചെയ്യുന്ന ഒരു യോഗിയുടെ ധ്യാനവുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഭക്തിയോഗം ഫോളോ ചെയ്യുന്നവരുടെ ധ്യാനം വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ വ്യാസദേവൻ കാണുന്നത് അദ്ദേഹം എന്താണ് കാണുന്നത്? കൃഷ്ണ ആദ്യം കാണുന്നു, ഭഗവാനെ കാണുന്നു, അതേപോലെ തന്നെ മായയും കാണുന്നു, രണ്ട് കാണുന്നു. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണീഹിതേ മലേ അപശ്യത് പുരുഷം പൂർണ്ണം. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനെ കാണുന്നു. കൂട്ടത്തിൽ ആരെയാണ് കാണുന്നത്? കൂടെ ഒരാളെയും കൂടെ കാണുന്നുണ്ട്, മായ. അതായത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിയെയും കൂടെ കാണുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ശിലാ ചക്രവർത്തി പാദും മറ്റുള്ളവരും പറയുന്നു, പുരുഷം പൂർണ്ണം, പൂർണ്ണപുരുഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. പൂർണ്ണപുരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. കാര്യം അദ്ദേഹമാണ് പരമദിവ്യോത്തമ പുരുഷൻ, അല്ലേ? ഇപ്പോൾ എല്ലാ അംശങ്ങളും, എല്ലാ അംശാവതാരങ്ങളും കലാ അവതാരങ്ങളും എല്ലാം പരമദിവ്യോത്തമ പുരുഷൻ, പൂർണ്ണപുരുഷനായിട്ടുള്ള ഭഗവാനിലുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പുരുഷം പൂർണ്ണം എന്ന് പറയുന്നത്. അതേപോലെ മായം ചത് അപാശ്രയം. മായ അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരാംഗ ശക്തി ഇവിടെ പറയുന്നു അപാശ്രയം, അതായത് ഭഗവാന്റെ പുറകിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഭഗവാന്റെ പുറകിൽ ആശ്രയിച്ച് ഭഗവാന്റെ പുറകിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? മായ. ഈ ഒരു കാര്യം നമ്മൾ 2-ാമത്തെ സ്കന്ധത്തിലെ ഒരു ശ്ലോകത്തിലും 5-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് മായ എന്ന് പറയുന്ന ഭഗവാന്റെ ബഹിരാംഗ ശക്തിക്ക് ഭഗവാന്റെ മുമ്പിൽ നിൽക്കില്ല. അതായത് മുമ്പിൽ നിൽക്കാൻ മടിയാണെന്ന് പറയുന്നത്. എപ്പോഴും ഭഗവാന്റെ പുറകിലാണ് നിൽക്കുന്നത്. കാര്യം എന്താണ് പറയുന്നു? 2-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം നാണമായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മായ പല രീതിയിലും ആളുകളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ സേവനമാണ് അവർ ചെയ്യുന്നത്. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവർക്ക് ചെറിയൊരു നാണമുണ്ട്. അതുകൊണ്ട് എപ്പോഴും പുറകിൽ നിൽക്കുന്നു എന്ന് 2-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ ഒരു അധ്യായത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നു. ഇവിടെയും നമുക്ക് ആ ഒരു കണക്ഷൻ കാണാം. അപാശ്രയം എന്ന് പറയുന്നു, അതായത് പുറകിലാണ്, ഭഗവാന്റെ മുമ്പിലല്ല ഉള്ളത്. ഭഗവാന്റെ ബഹിരാംഗ ശക്തി പുറകിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കാണുന്ന ഒന്ന് ഭക്തിയോഗമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. 2 നമ്മൾ മനസ്സിലാക്കുന്നു ഭഗവാനെ കാണുന്നു, പരമ ദിവ്യോത്തമ പുരുഷൻ പൂർണ്ണ പുരുഷോത്തമൻ ഭഗവാനെ കാണുന്നു, കൂട്ടത്തിൽ മായയും കാണുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം ഒരാളെയും കൂടെ കാണുന്നുണ്ട്. അങ്ങനെ അതേ 3 കാര്യങ്ങളാണ് അദ്ദേഹം കാണുന്നത്. പിന്നെ അദ്ദേഹം മെഡിറ്റേഷനിൽ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നു. പ്രഭുപാദജി പറയുന്നു ഭാവാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു വീക്ഷണം എന്ന് പറയുന്നത് പരമദിവ്യത്വം അല്ലെങ്കിൽ പരമസത്യത്തെ മനസ്സിലാക്കുന്നത് ഭക്തിയോഗത്തിലൂടെ ആണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ മെയിൻ തീം തന്നെ എന്താണ്? ഭക്തിയോഗമാണ്. ആ ഭക്തിയോഗത്തെ പറയാൻ വേണ്ടി ഭക്തിയോഗത്തെയാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നടുക്കിലുള്ള 6 അധ്യായങ്ങളിൽ വരുന്നത്. മറ്റുള്ള യോഗ പ്രോസസ്സുകൾ അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഭക്തിയോഗത്തിൻ്റെ മഹാത്മ്യം നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നാരദമുനി, വ്യാസദേവൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് പരിശുദ്ധ ഭക്തിയാണ്, ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നു വ്യാസദേവൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ആണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? നമ്മൾ കണ്ടു കഴിഞ്ഞ
അധ്യായങ്ങളിൽ നാരദമുനി ഗുരു എങ്ങനെയാണ് ശിഷ്യനെ ഉപദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ശിഷ്യൻ അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരു കാര്യം, ഗുരു പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ സാധന അല്ലെങ്കിൽ നമ്മുടെ ഭക്തി. ഇവിടെ വ്യാസദേവൻ്റെ പൊസിഷൻ ശക്തി ആവേശ അവതാരമാണ്. എന്നാൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല സാധാരണ ഒരു ജീവാത്മാവായിട്ട്. എന്നാലും അദ്ദേഹം നാരദമുനിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നാരദമുനി എന്തു പറയുന്നു അതനുസരിച്ചാണ് അദ്ദേഹം പിന്നീട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠം കൂടിയാണ്. എന്താണോ ഗുരു പറയുന്നത് അതാണ് നമ്മുടെ എല്ലാം. പിന്നീട് പറയുന്നു വ്യാസദേവനെ ഇവിടെ ധ്യാനിക്കുന്നത് ബ്രഹ്മജ്യോതിയല്ല. പ്രഭുപാദ് പറയുന്നു ബ്രഹ്മജ്യോതിയല്ല, ഈവൻ പരമാത്മാവിനെ പോലുമല്ല. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് സർവം വാസുദേവൻ പരമദൈവത്വം പുരുഷൻ കൃഷ്ണനെയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് പ്രത്യേകതയുണ്ട്. സാധാരണ ബ്രഹ്മവാദികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചെയ്യുന്ന ധ്യാനമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. പിന്നീട് പ്രഭുപാദ് പറയുന്നു ഈ ഭഗവാന്റെ ബഹിരാംഗ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാന്റെ ശക്തി തന്നെയാണ്. ശ്ലോകം ഭഗവത്ഗീതയിൽ വരുന്നുണ്ട്, ദൈവിഹി ഏഷ ഗുണമയി മമമായ ദുരത്യയ, അല്ലേ? ഭഗവാൻ പറയുന്നു ദൈവികമായിട്ടുള്ള ശക്തിയാണ് ഈ ബഹിരാംഗ ശക്തി എന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാനിൽ നിന്ന് വരുന്ന ശക്തി ആയതുകൊണ്ട്. അതേപോലെ ഈ ആന്തരിക ശക്തിയും ബഹിരാംഗ ശക്തിയും എപ്പോഴും ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ ആന്തരിക ശക്തിയെ വെളിച്ചമായിട്ടും ബഹിരാംഗ ശക്തിയെ അന്ധകാരമായിട്ടും പറയും. കാര്യം എവിടെയാണോ വെളിച്ചമുള്ളത് അവിടെ അന്ധകാരമില്ല. കൃഷ്ണ സൂര്യസമ മായര അന്ധകാര ജഹ കൃഷ്ണ താരനഹി മായരാധികാർ. ചൈതന്യ ചരിതാമൃതം പറയുന്നു സൂര്യനായിട്ട് കൃഷ്ണനെ പറയുന്നു, അന്ധകാരത്തെ മായയായിട്ട് പറയുന്നു. അപ്പോൾ എവിടെയാണോ സൂര്യനുള്ളത് അവിടെ അന്ധകാരത്തിന് പ്രസക്തിയില്ല, അല്ലേ? അതേപോലെ എവിടെയാണോ ഭഗവാനുള്ളത് അവിടെ മായയ്ക്ക് പ്രസക്തിയില്ല. നമ്മൾ ഈ ശ്ലോകത്തിലും കണ്ടു, മായ എവിടെയാണുള്ളത് ഭഗവാന്റെ പുറകിലാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറകിലുള്ള മായ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ ഭഗവാന്റെ പുറകിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഭഗവാനിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ മായ നമ്മളെ പിടികൂടും. കാര്യം അവിടെയാണ് മായ നിൽക്കുന്നത്. എപ്പോഴും ഓർത്താൽ മതി. നമ്മളിങ്ങനെ നിൽക്കുന്നു, സൂര്യനെ ഫേസ് ചെയ്യുന്നു, നമ്മുടെ പുറകിൽ നമ്മുടെ ഷാഡോ ഉണ്ടാവും, അല്ലേ? പുറകിലാണുള്ളത്. അതേപോലെയാണ് മായ നിൽക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു, മുമ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഭഗവാനെ നേരിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ധകാരം അല്ലെങ്കിൽ ഷാഡോ കാണുന്നില്ല. മറിച്ച് നമ്മൾ പുറകിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത്. അതായത് ഭഗവാനിൽ നിന്ന് കണ്ണടയ്ക്കുമ്പോൾ, ഭഗവാനിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ മായ നമ്മളെ പിടികൂടും. ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് മായയുടെ ഒരു ദർശനമല്ല വേണ്ടത്, മറിച്ച് ഭഗവാന്റെ ദർശനമാണ് വേണ്ടത്. അപ്പോൾ രണ്ടും ഭഗവാന്റെ ശക്തികളാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ട്. ഈ ഭൗതിക ലോകത്തിൽ നമ്മളെല്ലാവരും മായയുടെ പിടിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. മാം ഏവയെ പ്രപത്യന്തേ മായാം ഏതം തരന്തിതേ. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണെങ്കിൽ, ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷയുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ഓക്കെ, ശ്ലോകം 5. അപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ധ്യാനത്തിൽ കാണുന്നത് ഭഗവാനെ കാണുന്നു, കൃഷ്ണനെ കാണുന്നു, പൂർണ്ണപുരുഷ ഭഗവാനെ കാണുന്നു, മായയും കാണുന്നു. 2 കാര്യങ്ങൾ കാണുന്നു. ഇനി 5-ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനാർത്ഥം തത്കൃതം ചാഭിപത്യത്തെ. കുമാരി ശൈലജ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ അഭിമനുതേ അനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. വിവർത്തനം. ശ്രീല പ്രഭാതർ കി ജയ്. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾക്ക് അതീതനാണെങ്കിൽ തന്നെയും ഈ ബഹിരംഗ ശക്തി നിമിത്തം ജീവസത്ത സ്വയം ഭൗതിക ഉൽപ്പന്നമാണെന്ന് ധരിക്കുകയും
അപ്രകാരം ഭൗതിക ക്ലേശങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യുന്നു. ഹരീഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ കാണുന്നത് മൂന്നാമത്തെ വ്യക്തിയെ. ആദ്യം നാലാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണനെയും മായയും കാണുന്നു. അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഇവിടെ ജീവാത്മാവിനെയാണ് കാണുന്നത്. ഇതെല്ലാം വ്യാസദേവൻ ധ്യാനത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ജീവാത്മാക്കളുടെ അവസ്ഥ എന്താണ് പറയുന്നു? അതായത് ത്രിഗുണങ്ങളുടെ ആ ഒരു പിടിയിൽ, ത്രിഗുണാത്മകം, ത്രിഗുണങ്ങളുടെ പിടിയിൽ. ത്രിഗുണങ്ങളുടെ പിടിയിൽ നിൽക്കുന്ന ജീവാത്മാക്കൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. കാര്യം എന്താണ്? എന്തുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു? കാര്യം ഒന്നാമത് ചിന്തിക്കുന്നു. ജീവാത്മാക്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ഈ പ്രകൃതിയുടെ, ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു. ഈ ത്രിഗുണങ്ങളുടെ ഒരു പിടിയിൽ നമ്മൾ വരുന്നു. ഭഗവാന്റെ ബഹിരാംഗ ശക്തിയുടെ പിടിയിൽ ജീവാത്മാവ് വരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ ആ ബഹിരാംഗ ശക്തി മായയെ ഓൾറെഡി വ്യാസദേവൻ കാണുന്നു. അപ്പോൾ ഭഗവാനെ കാണുന്നു, മായയെ കാണുന്നു, ജീവാത്മാക്കളെ കാണുന്നു. ജീവാത്മാക്കൾ എങ്ങനെയാണ് മായയുടെ പിടിയിൽ വരുന്നത് എന്നുള്ളതും അദ്ദേഹം ധ്യാനത്തിൽ കാണുന്നു. ഇതാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ജീവാത്മാവിനെ അല്ലെങ്കിൽ ഈ മായയെ കാണുന്നു? അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ ഇത് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ വരാം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശീല ചക്രവർത്തിപാദ് പറയുന്നു, അദ്ദേഹം പറയുന്നു, ഒരു അസുഖം ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അസുഖമുള്ള വ്യക്തിക്ക് അസുഖം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ശരിയായിട്ടുള്ള മരുന്ന് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എന്താണ് അസുഖമെന്ന് നോക്കുന്നു. അസുഖം മനസ്സിലാവുമ്പോഴാണ് അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കുന്നത്. അതേപോലെയാണ് പ്രോപ്പറായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതേപോലെയാണ് ഇവിടെ വ്യാസദേവൻ എല്ലാ വശത്തും കൂടെ അദ്ദേഹം ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ ജീവാത്മാക്കൾ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ പിടികൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടിരിക്കുന്നത്, മായയുടെ ശക്തിയിൽ, മായയുടെ പ്രഭാവത്തിൽ പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം എല്ലാ വശത്തു നിന്നും, എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ജീവാത്മാവിനെ സംബന്ധിച്ച് അവരുടെ ക്ലേശങ്ങളുടെ ഒരേ ഒരു കാരണം എന്താണ്? ഭഗവാനെ മറന്നിരിക്കുന്നു. ഇതാണ്. ഭഗവാനെ മറക്കുമ്പോൾ അന്ധകാരത്തിൽ ആവുന്നു നമ്മൾ. അങ്ങനെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ത്രിഗുണങ്ങൾ നമ്മളെ പിടികൂടുന്നു. അപ്പോൾ ഈ ഒരു ഭൗതിക അല്ലെങ്കിൽ ഈ ബഹിരാംഗ ശക്തിയുടെ പിടിയിൽ നമ്മൾ വരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൂട്ടിലടച്ച അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പ്രഭുപാദ് നമ്മളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ശ്ലോകത്തിൽ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ. പ്രഭുപാദ് വേറൊരു മനോഹരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു ഭാവാർത്ഥത്തിൽ. അതായത് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. ഒരു സ്നേഹമുള്ള അച്ഛൻ ചില സമയങ്ങളിൽ, അതായത് കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പക്ഷേ വേറെ ആരെങ്കിലും കൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ചീത്ത പറയുന്നപ്പോൾ, ഉദാഹരണത്തിന് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റാത്തൊരു, അതായത് പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് വയ്ക്കുക. അതായത് ഇത് പല വീടുകളിലും ഉള്ളതാണ്. അച്ഛനും അമ്മയും പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ട്യൂഷന് വേണ്ടി അല്ലെങ്കിൽ വേറൊരു ടീച്ചറിനെ വെക്കേണ്ടി വരും, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. ഇതേപോലെ പല സാഹചര്യങ്ങളിലും ചില കുട്ടികളെ അനുസരിപ്പിക്കാൻ വേണ്ടി വേറൊരാളുടെ ഒരു സഹായം എടുക്കുന്നത് കാണാം. അതേപോലെ ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഒരു സ്നേഹമുള്ള അച്ഛൻ എങ്ങനെയാണോ കുട്ടിയെ നേരെയാക്കുവാൻ വേണ്ടി വേറൊരു വ്യക്തിയുടെ സഹായം തേടുന്നത്, ഇവിടെ മായയെ കൊണ്ട് നമ്മളെ ചെറുതായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറുമ്പ് കാണിക്കുമ്പോൾ ചീത്ത പറയിപ്പിക്കുന്ന പോലെ ഇവിടെ മായയെ കൊണ്ട് നമ്മൾ ചെറിയൊരു പണിഷ്മെൻ്റൊക്കെ നമുക്ക് തരുവാണ്. കാര്യം എന്താണ്? അനുസരണാശീലമില്ലാത്ത കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നു.
എന്നാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഭഗവാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ളത്. ഇങ്ങനൊരു ഉദാഹരണം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ ചിന്തിക്കരുത്, ഓ ഭഗവാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു, മായയെ ഉപയോഗിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്, ക്ലേശങ്ങൾ തരുവാണ്. അല്ല, ഒരിക്കലുമല്ല. ക്ലേശങ്ങളുടെ കാരണം നമ്മൾ തന്നെയാണ്, തീർച്ചയായിട്ടും, സംശയമൊന്നുമില്ല. അദ്ദേഹം നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനോ നമ്മളെ വിഷമിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. അദ്ദേഹം എപ്പോഴും നമ്മുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതാണ് ഭഗവാന്റെ ഒരു മനസ്സ്. എന്നാൽ ഈ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളും കർമ്മത്തിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടത് ഒരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും. തീർച്ചയായിട്ടും അനുഭവിക്കും. അതിൽ നിന്ന് ഓടിപ്പോകാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. എന്നാൽ ഭഗവാന്റെ കൃപ കൊണ്ട് അത് ഭഗവാൻ കുറച്ച് തരുന്നു, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് തരുന്നുണ്ട്. നമ്മൾ എല്ലാം ശരിയായിട്ടോ എല്ലാം ആ കർമ്മം അനുസരിച്ച് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ കിട്ടുന്ന പണിഷ്മെൻ്റ് എല്ലാം കുറച്ചാണ് അദ്ദേഹം തരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഭഗവാനാണ് നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് എന്നുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രവൃത്തികളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. എന്നാൽ ഭഗവാന്റെ സ്നേഹമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എപ്പോഴും. നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്ന് മാത്രം. കാര്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാലല്ലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. ആഗ്രഹം ആദ്യം വേണം. ആഗ്രഹമില്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ ഭൗതിക ലോകത്തിലെ ഈ പറയുന്ന ചപ്പല സുഖങ്ങളുടെ പുറകിൽ ഓടി നമ്മൾ അത് ശീലിച്ചു പോയി. അത് മതി എന്നായി. ഇത് മതി, ഇതിനപ്പുറത്തേക്കിനൊന്നും വേണ്ട. ഇടയ്ക്ക് ക്ലേശങ്ങൾ അനുഭവിച്ചാലും കുഴപ്പമില്ല, എന്നാലും ചെറിയ സുഖം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഭഗവാൻ നമ്മളെ ഈ ചെറിയ ക്ലേശവും വലിയ ക്ലേശവും എന്ത് ക്ലേശമാണെങ്കിലും ഇതിലൂടെ കടന്നു കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി അവതാരങ്ങൾ എടുത്തു വരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ വിടുന്നു, പല രീതിയിൽ നമ്മളെ ഭഗവാനിലേക്ക് ആകർഷിപ്പിക്കുന്നു, അല്ലേ? ഭഗവത്ഗീത ഭാഗവതത്തിലൂടെ പറഞ്ഞു തരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ചില ആളുകൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇതാണ് വേറൊരു ഭാഗം. ഇപ്പോൾ പ്രഭുപാദ് വേറൊരു ഉദാഹരണം ഇവിടെ അച്ഛൻ്റെയും മകൻ്റെയും ഉദാഹരണം പറയുന്ന കൂട്ടത്തിൽ ഒരു രാജാവിൻ്റെ ഉദാഹരണം പറയുന്നു. അതായത് ഇടയ്ക്ക് രാജാവ് ഈ ജയിലിലേക്ക് പോയി ചില ആളുകളെ കാണുന്നു, അവിടെയുള്ള പ്രിസണേഴ്സിനെ കാണുന്നു. അങ്ങനെ ചിലവരോട് അതായത് അവരോടുള്ളൊരു മഹാകൃപ കൊണ്ട്, കാരുണ്യം തോന്നിക്കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തെറ്റുകളിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവന്ന് അവരെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതേപോലെ ഭഗവാൻ ചില സമയങ്ങളിൽ അവതാരമായിട്ട് വരുന്നു. എന്നിട്ട് ഇവിടെയുള്ള ആളുകളെ ഈ മായയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് സാധിക്കുന്നത് അങ്ങനെ ഭഗവാൻ വരുമ്പോൾ, അല്ലെങ്കിൽ രാജാവ് വരുമ്പോൾ അവിടെയുള്ള പ്രിസണേഴ്സ്, അവിടെയുള്ള ജയിലിലുള്ള ആളുകൾ രാജാവ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പുറത്തു വരാം. ഇല്ലെങ്കിൽ രാജാവിനെ അവർ ശരണം പ്രാപിച്ചില്ലെങ്കിൽ കാര്യമില്ല, അവർക്ക് രക്ഷയില്ല. മറിച്ച് രാജാവിനെ ശരണം പ്രാപിച്ച് രാജാവ് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷയുണ്ട്. അതേപോലെ ഭഗവാൻ വരുമ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഭഗവത്ഗീതയിലൂടെയും ഭാഗവത്തിലൂടെയൊക്കെ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ പ്രഭുപാദ് ഇതിലൂടെ പറയുന്നു. ഈ ഒരു ശരണം പ്രാപിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് പൂർണ്ണമാവുന്നത് നല്ല പരിശുദ്ധ ഭക്തരുടെ ആ ഒരു സംഘത്തിലൂടെയാണ്. അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ആത്മീയ തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം ജനിക്കുന്നു. അങ്ങനെ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് മാർഗം. ഗുരുവിനെ ആശ്രയിക്കുക, പരിശുദ്ധ ഭക്തരെ ആശ്രയിക്കുക, അവരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുക. കുറച്ചല്ല, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഗ്രാജ്വലി നമ്മൾ ആത്മീയ തലത്തിൽ ഉയർന്നു വരുന്നു.
ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവിധ പിടിയും എല്ലാവിധ മറ്റുള്ള അറ്റാച്ച്മെൻറ്റ്സും നമ്മളിൽ നിന്ന് പോകുന്നു. പിന്നെ അറ്റാച്ച്മെൻറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ് പോയി ഭഗവാനോട് അറ്റാച്ച്മെൻറ്റ് വരുന്നു. അതാണ് വേണ്ടത്. അങ്ങനെ സംഭവിക്കുന്നു. ഇതെല്ലാം ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. ഓക്കെ, കുറച്ച് വലിയ ഭാവാർത്ഥമാണ്, എല്ലാവരും വായിച്ചു നോക്കിക്കോളൂ. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തു. ശ്ലോകം 6 മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. 6ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ ആദ്യത്തെ 4ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ ഭഗവാനെ കാണുന്നു, മായയെ കാണുന്നു. അടുത്ത ശ്ലോകത്തിൽ ജീവാത്മാവിനെ കാണുന്നു. ഇനി അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഈ ആളുകൾ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി അല്ലേ? എങ്ങനെയാണ് ജീവാത്മാക്കൾ ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ, നമ്മളിപ്പോൾ പഠിച്ച ശ്ലോകത്തിൽ, അതായത് മായാശക്തിയുടെ പിടിയിൽ വരുമ്പോൾ ആളുകൾ കംപ്ലീറ്റ്ലി എല്ലാം മറന്ന് ഈ ത്രിഗുണങ്ങളുടെ പിടിയിൽ വരുന്നു. അവനവനെ ഈ മായയുടെ ആളായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഭഗവാന്റെ ആളായിട്ടല്ല, നമ്മൾ മായയുടെ ആളാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചിന്താഗതി വരുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്, ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഈ ജീവാത്മാക്കളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്താണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി കാണുന്നത്. വ്യാസദേവൻ അതിനുള്ളൊരു സൊല്യൂഷൻ കാണുന്നു. ആ സൊല്യൂഷനാണ് ശ്രീമദ് ഭാഗവതം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം മദോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാംസ് ചക്രേ സാത്വത സംഹിതാം. രത്നമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോഷജേ ലോകസ്യ ജാനതോ വിദ്വാം ചക്രേ സ്വാസ്വത സംഹിതാം. വിവർത്തന ശ്രീധര പ്രഭുപാദർ കി ജയ്. ജീവസത്തകൾക്ക് അനാവശ്യമായ ഈ ഭൗതിക ക്ലേശങ്ങളെ ഭക്തിയുത സേവനമെന്ന യോഗ പ്രക്രിയയിലൂടെ നേരിട്ട് ശമിപ്പിക്കാൻ കഴിയും. എന്നാൽ സാമാന്യ ജനങ്ങൾ ഈ വസ്തുത അറിയുന്നില്ല. ആകയാൽ പരമസത്യവുമായി ബന്ധപ്പെട്ട ഈ വേദഗ്രന്ഥത്തെ പണ്ഡിത ശിരോമണിയായ വ്യാസദേവൻ രചിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. 6ാമത്തെ ശ്ലോകത്തിൽ ഭക്തിയോഗം, ഈ ജീവാത്മാക്കൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് മുക്തരാവാൻ അല്ലെങ്കിൽ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഭക്തിയോഗമാണ്. ഈ ഭക്തിയോഗം എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വ്യാസദേവൻ ശ്രീമദ് ഭാഗവതത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വ്യാസദേവൻ ഭാഗവതം കമ്പൈൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ജീവാത്മാക്കളെ, ഇവിടെ അനുഭവിക്കുന്ന, ഈ ഭൗതിക ലോകത്തിൽ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശില പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആക്ച്വലി കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം നമ്മൾ ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാനെയും കൃഷ്ണനെയും മായയും കാണുന്നു അല്ലേ? 4ാമത്തെ ശ്ലോകത്തിൽ. ആ ശ്ലോകത്തിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിരുന്നു. ഭഗവാനെ ആ പരമ ദിവ്യതമം പൂർണ്ണ പുരുഷൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ അതിൽ ഭഗവാന്റെ അംശാവതാരങ്ങളും കലാവതാരങ്ങളും എല്ലാം വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ലൈക്ക് ഭഗവാൻ കൃഷ്ണൻ അവതാരമെടുത്ത് വരുന്ന സമയത്ത് ശാസ്ത്രങ്ങൾ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എല്ലാ അവതാരങ്ങളും ഭഗവാൻ കൃഷ്ണനിലുണ്ട് എന്നുള്ളത്. കാര്യം അദ്ദേഹമാണ് പരിപൂർണ പുരുഷോത്തമൻ അല്ലേ, പരമദൈവത്വം പുരുഷൻ. സോ ഭഗവാൻ കൃഷ്ണനിൽ മറ്റുള്ള അവതാരങ്ങളുണ്ട്. എന്നാൽ വേണ്ട സമയത്ത് അല്ലെങ്കിൽ ആ സമയം എല്ലാം പക്ഷേ അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹത്തിലുണ്ട് എല്ലാവരും എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാര്യം എന്താണ്? ഭഗവാനാണ് എല്ലാത്തിൻ്റെയും തുടക്കം, അദ്ദേഹമാണ് സർവ്വകാരണ കാരണം. മറ്റുള്ള അല്ലെങ്കിൽ അവതാരി പുരുഷനാണ് കൃഷ്ണൻ. അവതാരി പുരുഷനായിട്ടുള്ള കൃഷ്ണനിൽ മറ്റുള്ള അവതാരങ്ങളെല്ലാം വരുന്നു, എല്ലാം ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. മറ്റുള്ള ഭഗവാന്റെ അവതാരങ്ങളിൽ
അങ്ങനെ ആയിരിക്കില്ല. അവരെല്ലാവരും ഭഗവാനുമായിട്ട് തുല്യമായിട്ട് നമ്മൾ പറയുമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഈ ഒരു കാര്യം ഓർക്കുക. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഭൗതിക ലോകത്തിലേക്ക് അവതാരമെടുത്ത് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിലുണ്ട്. ഈ ഒരു കാര്യം ആചാര്യന്മാർ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരാം. നമ്മൾ കേൾക്കുന്നു ഭഗവാൻ അവതാരമെടുത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ദേവതമാർ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തോട്ട് പോകുന്നു. ബ്രഹ്മാവും ദേവതമാരും കൂടെ ക്ഷീരോദകശായ വിഷ്ണുവിനോട് പോയി പറയുന്നു, പ്രശ്നങ്ങൾ പറയുന്നു. ക്ഷീരോദകശായ വിഷ്ണു പറയുന്നു, ശരി, ഞാൻ വരും, അല്ലെങ്കിൽ അവതരിക്കും. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം തന്നെ ദശമസ്കന്ധത്തിൽ നടക്കുന്നത് എങ്ങനെയാണ്? ക്ഷീരോദകശായ വിഷ്ണു പറയുന്നു, അതിനു വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനുണ്ട്, ഇവിടെ ഭഗവാൻ പരമദിവ്യ പുരുഷൻ അവതരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ അവതാരം നടക്കുമ്പോൾ വിഷ്ണു അവതരിക്കുന്നു എന്നുള്ളതാണ് പല ആളുകളും ധരിക്കുന്നത്. എന്നാൽ വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം അല്ലെങ്കിൽ ഒരു അംശാവതാരമാണ് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ഈ ഒരു ഉദാഹരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പരിപാലനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും, ഈ വിഷ്ണു അവതാരങ്ങൾ, പുരുഷാവതാരങ്ങൾ എല്ലാവരും. അപ്പോൾ അവരുടെ ഒരു ടെറിട്ടറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാച്ചുറലി അവരിലൂടെ വരുന്നു, അല്ലെങ്കിൽ അവരിലൂടെ ആണ് പുറത്തോട്ട് അല്ലെങ്കിൽ അദ്ദേഹം അവതരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവരിൽ നിന്നാണ് ഭഗവാൻ ഉത്ഭവിക്കുന്നത് എന്നുള്ളതല്ല. നമ്മൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു പ്രസിഡൻറ്റ് ഒരു രാജ്യത്തേക്ക്, വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് പോകുന്ന സമയത്ത്, പ്രൈം മിനിസ്റ്റർ പോകുന്ന സമയത്ത് വേറൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ എംബസി വഴിയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ എംബസി ആ രാജ്യത്തുള്ള എംബസിയിലൂടെയാണ്, അല്ലെങ്കിൽ ആ എംബസിയിലുള്ള ആളുകളാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെയാണ് ക്ഷീരോദകശായ വിഷ്ണു. അദ്ദേഹം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ് നമുക്കറിയാം, അല്ലേ? ക്ഷീരോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, കാരണോദകശായ വിഷ്ണു, അതിനു മുമ്പ് സംഘർഷണൻ, പിന്നീട് 2 ചതുർവ്യൂഹം, നാരായണൻ, ബലരാമൻ, കൃഷ്ണൻ. എവിടെയോ ആണ് ഭഗവാൻ കൃഷ്ണൻ്റെ സ്ഥാനം. അവിടെ നിന്ന് താഴോട്ട് വരുന്നതാണ് ഈ അവതാരങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. വീണ്ടും ഓർക്കാനുള്ളൊരു കാര്യമാണ്, ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു സംശയം വേണ്ട നമുക്കൊരിക്കലും. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ക്ലേശങ്ങൾ മാറുവാനുള്ള മാർഗം എന്താണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ശ്രവണം, കീർത്തനം, ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ കേൾക്കുക, അതേപോലെ ചൊല്ലുക, പറയുക അല്ലെങ്കിൽ പാടുക. ഇതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഒന്നും കൂടെ നമ്മൾ അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗം ഇതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രഭുപാദ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ ശ്രവണം കീർത്തനത്തിലൂടെ നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധു കബുനായി ശ്രവണാദി ചിത്തഹയത്തെ കരയെ ഉദായി. ചൈതന്യ ചരിതാമൃതം പറയുന്നുണ്ട്. അത് നിത്യസിദ്ധമായിട്ടുള്ള കൃഷ്ണപ്രേമം നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ അത് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത്, കൃഷ്ണപ്രേമത്തെ നമ്മൾ അനുഭവിക്കുന്നത് ശ്രവണ ആദി, അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം അതിലൂടെയാണ് ഇത് സാധിക്കുന്നത്. എന്നാൽ ഇത് മെക്കാനിക്കലായി ചെയ്തുകൊണ്ട് കാര്യമില്ല. പ്രഭുപാദ് പറയുന്നത് അതാണ്. അതായത് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ മഹാകൃപയെ ആശ്രയിക്കുന്നു. ഇതെല്ലാം ഈ നിത്യസിദ്ധമായിട്ടുള്ള ആ കൃഷ്ണപ്രേമം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ കൂടാതെ നമ്മൾ ശ്രവണം കീർത്തനം ചെയ്യുന്നു, മെക്കാനിക്കലി ചെയ്യുന്നു എന്നുകൊണ്ട് ഒരുപാട് ക്ലാസ് കേൾക്കുന്നു, ഒരുപാട് നാമം ചൊല്ലുന്നു, പക്ഷേ ഭഗവാന്റെ കൃപയില്ലെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ പ്രഭുപാദ്ജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, അത് ശരിയായിട്ട്, അതായത് നല്ല ഭാവത്തിൽ അത് ചെയ്യുക. ആത്മാർത്ഥപരമായിട്ടുള്ള ഒരു പരിശ്രമം ഭഗവാൻ കാണുമ്പോൾ, ആത്മാർത്ഥയോടുകൂടിയുള്ള പരിശ്രമം ഒരു ഭക്തനിൽ നിന്ന് കാണുമ്പോൾ
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മഹാകൃപയും ഉണ്ടാവും, അതിന് സംശയമില്ല. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത കൊണ്ടുവരണം നമ്മുടെ ഭക്തിയുത സേവനങ്ങളിൽ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന എന്ത് പ്രോസസ്സാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിലൂടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ദീക്ഷ കഴിഞ്ഞു അല്ലെങ്കിൽ ദീക്ഷയുണ്ട്, നാമം ചൊല്ലുന്നു, ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ചെയ്യുന്നു, അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും ഒരു ദിവസത്തിൽ, അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്യുന്നു, അങ്ങനെയല്ല. ഈ ആത്മീയ പുരോഗതി ശരിക്കും അനുഭവിക്കണമെങ്കിൽ, അത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥപരമായിട്ടുള്ള പരിശ്രമമാണ് വേണ്ടത്. അപ്പോൾ ഭഗവാന്റെ കൃപ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ കൃപ വരുന്നുണ്ടാവും പലപ്പോഴും, പക്ഷേ അതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മുടെ പാത്രത്തിന് ഓട്ടയുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വെള്ളം ശേഖരിക്കാൻ സാധിക്കുന്നത്? സാധിക്കില്ല. അപ്പോൾ ആ സിൻസിയറിറ്റി, അതേപോലെ സീരിയസ്നെസ്സും ഭക്തിയിലില്ലെങ്കിൽ നമുക്ക് കൃപ കയ്യിൽ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പ്രഭുപാദ നമ്മളെ. ഭഗവാന്റെ മഹാകൃപ അത്യാവശ്യമാണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ശ്ലോകം. സമയം ആയി. അടുത്ത ശ്ലോകം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, സമവേദ ഭക്തവൃന്ദ की जाए, श्री चैतन्य महाप्रभु की जाए, श्री वृंदावन धाम की जाए, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ. സംശയം ചോദിക്കാനുള്ള സമയമാണ്. കമന്റ്സ്? ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, പറയൂ ശോഭ മാതാജി. ചോദ്യമാണോ? അതെ. കേൾക്കുന്നില്ല മാതാജി, ഒന്നും കേൾക്കാൻ സാധിക്കും? ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ മാതാജി എനിക്ക്. ഹരേ കൃഷ്ണ. സായി വിഷ്ണു മ്യൂട്ടോണാണല്ലോ. കേൾക്കുന്നുണ്ടായിരുന്നില്ല. പറയൂ, ഒന്നും കൂടെ പറയൂ. ക്ഷീരോദക സായി വിഷ്ണു, ഗർഭോദക സായി വിഷ്ണു, പിന്നെ ഭഗവാന്റെ മറ്റ് ഭാഗങ്ങൾ ഏതൊക്കെ, അവതാരങ്ങൾ ഏതൊക്കെ കൂടാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അവതാരങ്ങൾ ആ ഒരു നമ്മൾ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണം ബലരാമനിൽ നിന്ന് ചതുർവ്യൂഹം, വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ വരുന്നു. ആ സംഘർഷനിൽ നിന്ന് ശ്രീമാൻ നാരായണനിൽ നിന്ന് വീണ്ടും വാസുദേവ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, ചതുർവ്യൂഹം രണ്ട് പ്രാവശ്യം വരുന്നു. രണ്ടാമത്തെ സംഘർഷനിൽ നിന്ന് അദ്ദേഹം പിന്നെ വരുന്നതാണ് പുരുഷാവതാരങ്ങൾ. അതായത് പുരുഷാവതാരങ്ങളിൽ കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ഇത്രയും നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ മന്വന്തര അവതാരങ്ങളുണ്ട്, ലീലാവതാരങ്ങൾ, അങ്ങനെയൊക്കെ പല ഡിവിഷൻസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യെസ്, വേറെ ആരാണ്? ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. പ്രണാമം പ്രഭുജി. ഇത് ആദ്യം മുതൽ 6-ാമത്തെ അധ്യായം വരെ ഭാഗവതത്തില് വ്യാസദേവൻ
ഫസ്റ്റ് അധ്യായത്തിലൊക്കെ വ്യാസദേവൻ നമുക്ക് ഈ കലിയുഗത്തിലെ ആൾക്കാര് സത്യം മനസ്സിലാക്കാതെ മിഥ്യയെ സത്യമെന്ന് ധരിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവിനൊരു പ്രോബ്ലം വന്നപ്പോ അദ്ദേഹം വേഗം മഹർഷിമാര് ഋഷിവര്യന്മാരെ പോയി സറണ്ടർ ചെയ്ത് ആദ്യം ഈ ഭൗതികതയെല്ലാം കളഞ്ഞിട്ട് അദ്ദേഹം സ്പിരിച്വാലിറ്റി അന്വേഷിച്ച് പോവുകയും പരിശുദ്ധരായ ഭക്തരായിട്ടുള്ള ഋഷിമാരുടെ സഹവാസവും അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തു. അത് നമുക്കൊരു ഈ കലിയുഗത്തിലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ പോലെ അത് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് വ്യാസദേവൻ ഓരോ മുത്തുകളായിട്ട് എടുത്ത് ഓരോ ഭക്തരെ, പരമഭക്തരായിട്ടുള്ള ഒരാൾ പരീക്ഷിത്ത് മഹാരാജാവ്, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സൂത മഹർഷി തന്നെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ശുഖമഹർഷി, അടുത്തത് ശുഖമഹർഷിയെ കുറിച്ച്, അതും പരിശുദ്ധ ഭക്തനാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് സൂത മഹർഷി കുറേ ആ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. ആ ഭാഗവതം ഗ്രഹിച്ചത് അത് നമ്മൾ കണ്ടു. പിന്നെ ശൗനകാദി മഹർഷിമാർക്ക് അദ്ദേഹം അത് പകർന്നു കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ അറിവ് ശുഖമഹർഷിയിൽ നിന്ന്. ആ കേൾക്കുന്ന ശൗനകാദി മഹർഷിമാരും വളരെയധികം ദയുണ്ട്. ഈ കലിയുഗത്തിലെ ആൾക്കാരോട് വളരെയധികം ദയ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓരോരോ ആൾക്കാർ, പിന്നെ നമുക്ക് നാരദമുനിയുടെ തന്നെ ആ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഭാഗവതം പറഞ്ഞു തന്നിരുന്നു പ്രഭുജി. അപ്പം പിന്നെ വ്യാസദേവൻ ഇപ്പോ ഈ 7ാമത്തെ അധ്യായത്തിലോട്ടൊരു ട്വിസ്റ്റ് പോലെ തോന്നി. അപ്പം ഈ കലിയുഗത്തിലെ ആൾക്കാരെ ഭഗവാൻ മായാശക്തിയുടെ വശീകരണത്തില് ത്രിഗുണങ്ങളില് പെട്ട് നമ്മളെ വലയ്ക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഒരു മിസ്ചിവസ് ആയിട്ടുള്ള ഒരു കുട്ടി വഴി തെറ്റി അല്ലെങ്കിൽ കുസൃതി കാണിച്ച് പോകുമ്പം അടി കൊടുത്ത അച്ഛനമ്മമാര് കൊണ്ടുവരുന്നത് പോലെ ഭഗവാന്റെ പാദത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് തോന്നിയത് പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ ഹരിപ്പാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. നമ്മള് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു, ഇനി ഉണ്ടാവില്ല. എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഇനി നമ്മുടെ മുമ്പോട്ടുള്ള വിജയം. പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ ആദരവോടെ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജയ ശ്രീ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദണ്ഡോത്പ്രണാം പ്രഭു. താങ്ക് യു താങ്ക് യു. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.